ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാനഡയിൽ ചെറുതായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ഫെഡറൽ ഹൈ സ്കിൽഡ് വർക്കർ കാറ്റഗറി, അതായത് നമ്മുടെ 6 കാറ്റഗറി ഓഫ് ഡ്രോസ് ഇല്ലേ, അതിലെ 6 കാറ്റഗറി പ്രകാരം നമുക്ക് ഡിമാൻഡിങ് ജോബ്സ്, അതായത് ഇനി അങ്ങോട്ട് പി ആർ സപ്പോർട്ടീവ് ആയിട്ടുള്ള 2025 പി ആർ കിട്ടാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ഡിമാൻഡിങ് ജോബ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്യല്. അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, പി ആർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് പി ആറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലി എത്രയും പെട്ടെന്ന് പറ്റുന്ന രീതിയിലാണെങ്കിൽ സെറ്റാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമില്ലേ. അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഫുള്ള് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ളവരോ കാനഡയിൽ വരുന്നതോ കാനഡ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഫീൽഡ് ജോലി ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനോട് ഏതെങ്കിലും റിലേറ്റഡ് ആണെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പി ആർ കരിപ്പിടിപ്പിക്കാനും ഒന്ന് പി ആർ സെറ്റ് ആകാനും ഒക്കെ സഹായിക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഡിമാൻഡിങ് ജോബ് പൊസിഷൻസ് പറയാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഫ്രഞ്ച് കാറ്റഗറിയാണ്. ഫ്രഞ്ച് കാറ്റഗറി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ജോബ് പൊസിഷൻ ഇല്ല, പക്ഷേ ബൈലിംഗ്വൽ ജോബ് പൊസിഷൻസും ഒക്കെ നമുക്ക് പി ആർ സപ്പോർട്ടീവും അതുപോലെ ഫ്രഞ്ച് ലാംഗ്വേജിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കാറ്റഗറിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ജോബുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് മാനേജർ വരുന്നുണ്ട്, പിന്നെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്, പിന്നെ സപ്ലൈ ചെയിൻ കോർഡിനേറ്റർ വരുന്നുണ്ട്, പിന്നെ വരുന്നത് എയർ ട്രാഫിക് കൺട്രോളർ വരുന്നുണ്ട്, കസ്റ്റം ബ്രോക്കർ വരുന്നുണ്ട്, പിന്നെ ട്രക്ക് ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ട്രാൻസ്പോർട്ടേഷൻ സ്പെഷ്യലിസ്റ്റ്, പിന്നെ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ വരുന്നുണ്ട്, പിന്നെ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയും ജോബുകളാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ ലിസ്റ്റ് ഓഫ് കാറ്റഗറീസിൽ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന ട്രേഡ് കാറ്റഗറി കുറിച്ചാണ്. അപ്പോൾ അതിൽ വരുന്ന ഇൻ ഡിമാൻഡ് ജോബ് പൊസിഷൻസ് ആണ് പറയുന്നത് പി ആർ സപ്പോർട്ടീവ് ആയിട്ടുള്ള. ഒന്നാമത്തത് പൈപ്പ് ഫിറ്റർ ആണ്, രണ്ടാമത്തത് ഹെവി എക്യുപ്മെന്റ് മെക്കാനിക് ആണ്, മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ മെക്കാനിക് ആണ്, പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജർ ആണ്, അതിനുശേഷമുള്ളത് പ്ലംബർ ആണ്. പിന്നെയുള്ള അടുത്ത ജോബ് പൊസിഷൻസ് എന്ന് പറയുന്നത് മെഷീനിസ്റ്റ്, അതുപോലെ കാർപെൻറ്റർ, അതിനുശേഷം വെൽഡർ, പിന്നെ ഹുവാക് ടെക്നീഷ്യൻ, പിന്നെ അവസാനമായിട്ട് ഈ കാറ്റഗറിയിൽ വരുന്നത് ഇലക്ട്രീഷ്യൻ ആണ്. ഇത്രയുമാണ് ട്രേഡ് കാറ്റഗറിയിലുള്ള ഇൻ ഡിമാൻഡ് ജോബ് പൊസിഷൻസ് ഫോർ പി ആർ. അടുത്തെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാറ്റഗറിയാണ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കാറ്റഗറിയാണ്, അതായത് നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ ജോബുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രോസസ് ടെക്നീഷ്യൻ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, പിന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ്, പിന്നെ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ക്രോപ്പ് മാനേജർ വരുന്നുണ്ട്, പിന്നെ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ആനിമൽ ഹെൽത്ത് ടെക്നോളജിസ്റ്റ്, പിന്നെ അഗ്രോണമിസ്റ്റ്. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ കാറ്റഗറിയിൽ വരുന്നത്. അല്ല, ഇത്രയും കാറ്റഗറീസ് അല്ല, ഇത്രയും ഈ പറഞ്ഞ ജോബുകളൊക്കെയാണ് അഗ്രികൾച്ചർ കാറ്റഗറീൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റെം കാറ്റഗറിയാണ്, അതായത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. ഈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഡിമാൻഡിങ് ജോബ്സ് ആണ് പറയാൻ പോകുന്നത് പി ആർ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയറിംഗ് ആണ്, രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലിസ്റ്റ്, പിന്നെ സിവിൽ എഞ്ചിനീയർ, പിന്നെയുള്ളത് എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ, പിന്നെ പാത്തോളജിസ്റ്റ്, പിന്നെയുള്ളത് ബയോമെഡിക്കൽ എഞ്ചിനീയർ, പിന്നെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, പിന്നെ ഡാറ്റ സയൻറ്റിസ്റ്റ്, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഇത്രയുമാണ് സ്റ്റെം കാറ്റഗറിയിൽ വരുന്ന ഇൻ ഡിമാൻഡ് ജോബ് പൊസിഷൻസ് ഫോർ പി ആർ. ഇത് 2025 നമുക്ക് പി ആർ കിട്ടുന്നതിന് വേണ്ടിയുള്ള ജോബ് പൊസിഷൻസ് ആണ്. നമ്മളപ്പോൾ ഓൾറെഡി മുൻപത്തെ ഒരു വീഡിയോയിൽ ടോപ്പ് 15 ഒക്യുപ്പേഷൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഓരോ ഒക്യുപ്പേഷൻസും വിത്ത് സാലറി, അതുപോലെ തന്നെ നല്ല ഹൈ ഏണിംഗ് ആയിട്ടുള്ള സാലറി ഉള്ള ഒക്യുപ്പേഷൻസും അതിൻ്റെ NOC കോഡ് അടക്കമുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കാനഡയിൽ പുതിയതായിട്ട് നമ്മുടെ ലോസിലും കാര്യങ്ങളിലൊക്കെ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. റൂൾസും റെസ്ട്രിക്ഷൻസും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വന്ന ചേഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം.
ഇനി ലാസ്റ്റത്തെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ കാറ്റഗറിയാണ്. ഹെൽത്ത് കെയർ കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഏതൊക്കെയൊക്കെ വരുമെന്ന്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സാണ്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് വരുന്നുണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഫാർമസി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഫാർമസി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതായത് നാട്ടിലൊക്കെ ഫാർമസിസ്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഫാർമഡി പഠിച്ചവർ, ബിഫാം പഠിച്ചവർ, അപ്പോൾ അവർക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഫാർമസി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനും ഇപ്പോൾ PR ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, പിന്നെ ഓഡിയോളജിസ്റ്റ്, പിന്നെ ഡെന്റൽ ഹൈജീനിസ്റ്റ്, പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, ഹെൽത്ത് പോളിസി സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ റേഡിയോളജി ടെക്നോളജിസ്റ്റ്, പിന്നെ മെഡിക്കൽ റേഡിയേഷൻ ടെക്നോളജിസ്റ്റ്. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ഇത്രയും ജോബ്സ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻഡിമാൻഡിങ് ആയിട്ടുള്ള PR സപ്പോർട്ട് ചെയ്യുന്ന ജോബ്സ്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഇനി തൊട്ടെങ്കിൽ ഈ പ്രധാനമായിട്ടും ഈ കാറ്റഗറി, അതായത് ഫെഡറൽ ഹൈ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായിരിക്കും PR കൂടുതൽ സാധ്യതയുള്ളതെന്നും അത്തരം ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും അത്തരം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആയിരിക്കും കൂടുതലായിട്ടും PR സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയും അതിൻ്റെ ഒക്കെ നമുക്ക് എക്സ്ട്രാ ഒരു ആഡ് ഓൺ പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്നും ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫീൽഡിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ ചെയ്ത് കൊടുത്താൽ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടാത്തവരാണ് അല്ലെങ്കിൽ PR ആണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു കാറ്റഗറീസിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാലറി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് PR ആണ് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഒരു സേഫ്റ്റി ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ PR ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയാണെങ്കിലും നമുക്ക് ജോബ് പിന്നെയാണെങ്കിലും നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാലറി കുറഞ്ഞാലും ഈ ജോബ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റുമെങ്കിൽ അത് PR നിങ്ങൾക്ക് സിക്യൂർ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതുപോലുള്ള മറ്റ് വീഡിയോസും വരുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയുള്ള വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് വൺ.